അയ്യോ, നീ എവിടെ പോയി? ഞാന് പാർട്ടി ഓഫീസ് വരെ പോയാളിയാ. അതിന്റെ ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു. എന്റെ ആളിയാ, ഇത്രയും നല്ല തമാശ നടക്കുന്ന സ്ഥലം വേറൊന്നും കാണില്ല. സിനിമയ്ക്ക് വല്ലതും കഥ എഴുതുന്നവർക്ക് വന്നാൽ നല്ല കോമഡി കിട്ടും. നീ ഇത് പോയില്ലേ? ഞാനിന്ന് പോയില്ല. പോയില്ല, അത് തന്നെ. അയ്യോ, ചില ഗൗരവം വേണോ? പോയില്ല എന്ന് പറഞ്ഞാ പോരെ? നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ടിങ്ങ് വാ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞോ, ഞാൻ ഇപ്പൊ ഫ്രീ ആണ്. നീ പറഞ്ഞോ. വേണ്ട വേണ്ട വേണ്ട, നീ പോയിട്ട് വാ. പോയിട്ട് വാന്ന്. നമുക്ക് ഗുണമുണ്ടാണോ വല്ല കാര്യം തന്നെ. ആന്ന്. എന്നാ ഞാൻ പോയിട്ടാ പറഞ്ഞു. എന്ത് ചെയ്യ. തക്കളി തക്കളിയേ, തക്കളി തക്കാളി തങ്ക, തക്കളി എവിടെ? അവള് കളിക്കാൻ പോയി. ആ ഡേ, അവളുടെ കൂടെ പഠിക്കുന്ന മറ്റേ എൻ്റെ പേര് എൻ്റെ അശ്വനി, എൻ്റെ നോട്ടം കണ്ടോ എഴുതാൻ മേടിച്ചത് തിരിച്ചു കൊടുത്തില്ല എന്ന് പറയും. അതൊന്ന് എത്തിക്കാൻ പറഞ്ഞു കേട്ടോ. ചേടാ, ഈ കൊച്ചിൻ്റെ കാര്യം ഇന്നലെ മേടിച്ചുള്ളൂ, അതിനു മുമ്പേ അത് പൊട്ടിച്ചു. ഒരു വക പെണ്ണിന് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ, അതിൻ്റെ ഫ്രണ്ട് ക്ലാസ് പോയി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഒരു കാറ് മേടിച്ച് വീട്ടിന് മുന്നേ ഇടും? ഓ എൻ്റെ താങ്കോ, ഇത് ഭയങ്കര ഒരു തമാശ ഉണ്ടായി കേട്ടോ. പാർട്ടി ഓഫീസിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഈ തത്തമ്മയും കൊണ്ട് വരുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ വന്നിട്ട് പറയണേ എനിക്ക് ഇനി ഒരു മാംഗല്യത്തിന് യോഗം കാണുന്നുണ്ടെന്ന്. ആ ഉണ്ടാവും, തരറിഞ്ഞു നിൽക്കല്ലേ. ഏയ് പോടി നോക്ക്. ചേ ചേ ചേ, അതിനൊന്നും എനിക്കിനിപ്പോൾ അതിനുള്ള താല്പര്യമൊന്നുമില്ല. എടി, ഇത് കഴിയണ്ട, ഇത് കഴിയതാ. എടാ, ഇതെന്താണ് പുതിയ രീതിയൊക്കെ? രാവിലെ പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല. എടി തങ്ക, ഇതിൽ ഒരെണ്ണം കഴുകിയാൽ മതി, ഒരെണ്ണം കഴുകാത്തതാ. അല്ല ഒരെണ്ണം കഴുകാനുള്ളൂ. നിങ്ങക്ക് ചായ വേണോ? ചായ വേണോ? സാധാരണ ഞാൻ വരുമ്പോൾ ചായ കൊണ്ടുവരാറാണല്ലോ പതിവ്. എന്താണ് ഞാൻ പുതിയ ആളെ പോലെ ചോദിക്കണം വേണോന്ന്? ആ പുതിയ രീതികളൊക്കെ കാണുമ്പോ പറഞ്ഞു പോണതാ. എന്ത് കഷ്ടമാണ് മനുഷ്യൻ. ആ പാത്രം നിന്നെ വല്ല ഉപദ്രവം ചെയ്തു, അതിനടുത്ത് അടിച്ചു പൊട്ടിക്കണം എന്തിനാണ്? ഓ എന്തൊരു മധുരം ഇത്. എപ്പോഴും പറയണ എനിക്ക് മധുരം കുറച്ച് ചായതാണ്. കേക്കില്ല. പുതിയ ആൾക്കാരൊക്കെ കിട്ടുമ്പോഴേ ചായക്കൊക്കെ രുചി ഒന്നും തോന്നൂല. ഇത് കുടിക്കണ്ട. ഇങ്ങോട്ട് വാ. എന്താ നിന്റെ പ്രശ്നം? എന്താ പ്രശ്നമൊന്നും? പ്രശ്നമൊന്നും എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ. അല്ല, നിനക്കിപ്പോൾ എന്താ പറ്റി? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും. അല്ലാതെ അതും ഇതും കാണിച്ച് പാത്രം എടുത്ത് അടിച്ചു പൊട്ടിക്കുക, അതല്ല എൻ്റെ രീതി. കാലത്ത് ഞാൻ പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പോൾ വന്നപ്പോൾ എന്താണ് കടന്നൽ കുത്തിയ പോലെ ഇരിക്കണേ? നിങ്ങൾ ഇനിയിപ്പോ കൂട്ടില്ലാതെ ആൾക്കാരെയൊക്കെ വിളിച്ച് അകത്ത് കയറ്റുമോ എന്നുള്ള പേടിയില്ല. എനിക്ക് കൂട്ട് എന്നോട് എപ്പോഴും കുറേ പേരുണ്ടല്ലോ അണികൾ. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് പുതിയ കൂട്ടിൻ്റെ ആവശ്യമില്ല. അണികളൊന്നും പോരല്ലോ, പെണ്ണുങ്ങൾ വേണമല്ലോ കൂട്ടിന്. പെണ്ണുങ്ങളോ? മനസ്സിൽ എന്തേലും വെച്ചിട്ട് സംസാരിക്കരുത്. എന്തേലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയും. എന്റെ മനസ്സിലൊന്നുമില്ല, കള്ളത്തരം മുഴുവൻ നിങ്ങളുടെ മനസ്സിലാ. അതുകൊണ്ട് ഇനി മേലാലെ നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കണ്ട. ഈ ഫോണേ നിങ്ങൾക്ക് പറ്റിയതല്ല. ഈ ഫോണിൽ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഉള്ളതെന്നുള്ളത് എനിക്കറിയാം. ഈ ഫോണിൽ എന്ത് കള്ളത്തരമുണ്ട്? എടി, എന്റെ ആവശ്യങ്ങൾക്ക് പിന്നെ ഞാൻ ഈ ഫോണല്ലാതെ നിങ്ങൾക്കൊരു സാധാരണ ഫോൺ ഞാൻ മേടിച്ചു തരാം, അത് മതി. ഇത് ഉപയോഗിക്കാൻ എനിക്കും അറിയില്ല, നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ട. എടി, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മെയിൽ അയക്കണം, വാട്സാപ്പിൽ പലർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. അത് തന്നെയാ പറഞ്ഞത്. എന്ത്? കുറെ രഹസ്യങ്ങൾ ഞങ്ങൾ വാട്സാപ്പിലൂടെയാണ് കൈകാര്യം ചെയ്യണത്. അത് തന്നെ പറഞ്ഞ രഹസ്യങ്ങളുടെ കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാനൊന്നും അറിയില്ല എന്നോ? ഞാൻ പൊട്ടിയാണ്. ഞാൻ എന്റെ എതിർ പാർട്ടിയായിട്ടുള്ള ഞങ്ങൾ പല ഓപ്പറേഷൻ ഇതിലൂടെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നീ എന്താണ് ഈ പറയുന്നത്? അതിന് പാർട്ടിക്കാരുടെ ഭാര്യമാരായിട്ട് എന്താ നിങ്ങൾക്ക് പരിപാടി? ഭാര്യമാരാ? അറിയില്ലേ? നിനക്ക് എന്താ കുഴപ്പം? സത്യം പറയണം. നിങ്ങൾക്ക് കോമളന്റെ ഭാര്യയായിട്ട് എന്താ? ഏത് കോമള? കോമളിനെ അറിയില്ലേ? ഇപ്പോ പാർട്ടിയിലെ പുതിയതായിട്ട് വന്ന പയ്യൻ അവന്റെ ഭാര്യ കേട്ടോ. നീ എന്താണ് ഈ പറയണേ? അവന്റെ ഭാര്യനെ നിങ്ങൾ ഇന്നലെ വിളിച്ചോ? നിങ്ങൾക്ക് കൂട്ടില്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചോ? അതൊക്കെ പണ്ട്. അങ്ങനെ ഒന്നും തങ്കുവിന് പേടിക്കൊന്നുമില്ല. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അമ്മേനെയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പാടാത്തത് വെള്ളം വെള്ളമായിട്ട് നടക്കണം. അതറിഞ്ഞാ നിങ്ങളുടെ പ്രശ്നം തീരുമോ? എനിക്കറിയണല്ലോ. നിങ്ങളുടെ കാമുകി തന്നെ വന്ന് പറഞ്ഞതാ കനകനോട്. ആരോട്?
അത് ശരി, ഇപ്പൊ എനിക്ക് ബോധ്യമായി. എന്റെ പൊന്നളിയനാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ. അളിയൻ ഏതെങ്കിലും നല്ല ചെറുക്കന്മാരെ കണ്ടുവച്ചിട്ടുണ്ടാവും പെങ്ങളെ കെട്ടിക്കാൻ. വല്ല കോടീശ്വരന്മാരെ ആയിരിക്കും. ഓ പെങ്ങൾക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല. അല്ലല്ല, വേണമെന്നാണ്. അത് വേണോടി, നീ അതിനനുസരിച്ച് നിൽക്കുമല്ലേ. ഞാൻ അവനോട് സംസാരിച്ചേ നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഡേറ്റ് ഒക്കെ ഞാനിപ്പോ അറിയിക്കാം. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? നീ ഗുണമുണ്ടാവും പറയുമ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. എന്താടാ, ഞാനും എന്റെ കുടുംബം സന്തോഷമായിട്ട് കഴിയണേണ്ടെന്ന് നിനക്ക് സഹിക്കണില്ലേ? എന്ത് തെറ്റ് ഞാൻ നിന്നോട് ചെയ്യുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവളെ നിർത്തണം. എന്ത് നിർത്താൻ? ആവശ്യമില്ലാത്ത ഓരോ ദിവസം പറഞ്ഞ് അവളെ മനസ്സിലാക്കി ഇതാക്കി കളഞ്ഞല്ലോ നീ. നീ എന്നോട് ചോദിച്ചല്ലോ എന്താ എന്റെ ഉദ്ദേശം. അതന്നെ ഞാൻ നിന്നോടും ചോദിക്കണേ, എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തറിഞ്ഞിട്ടാണ് നീ എന്തൊക്കെ വേണ്ടാത്ത അവളോട് പറഞ്ഞത്? എന്താടാ വേണ്ടാത്ത പറഞ്ഞത്? എന്താ വേണ്ടാത്തല്ലാതെ? നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ മറ്റേ മൊബൈലിൽ മെസ്സേജ് ഒക്കെ ഈ ആരടാ? മൊബൈൽ കാമുകനോ? അറിയാം, വേണ്ടാത്ത വർത്താനം പറയരുത്. ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്ത്? നീ ബഹളം ഉണ്ടാക്കണ്ട. എനിക്ക് മനസ്സിലായി. സമാധാനമായിട്ട് ഞാൻ പറയട്ടെ. എനിക്ക് മനസ്സിലായി. എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി എതിർ പാർട്ടിക്കാരൻ നിന്നെ പൈസ ഒന്നും സ്വാധീനിച്ചു. മിണ്ടാണ് നിൽക്കണം നീ. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത അവളോട് പറഞ്ഞ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് ശാന്തനായിട്ട് കേൾക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഒന്നും അല്ലെങ്കിൽ നിന്റെ പാട് നോക്കി പോ. നിനക്ക് എന്താ പറയാനുള്ള എനിക്ക്. പക്ഷെ ഇവിടെ തീ നിന്നോണ്ടിരിക്കാം. കുടുംബം കൈവിട്ട് പോണ കാര്യം. അതെ ക്ലീറ്റസ്, അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. ഈ മൊബൈലിൽ മെസ്സേജ് അയക്കുക അത്തരം സംഗതികളൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലത് വളരെ മോശമാണ്. നീ നിന്റെ കൂട്ടുകാരൻ്റെ താടിയുള്ള കക്ഷിയുടെ പേരെന്താണ്? കോമളൻ. കോമളൻ്റെ ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ എന്റെ അളിയാ, ഞാൻ മെസ്സേജ് ഒന്നും ഒരുത്തിക്ക് അയച്ചിട്ടില്ല. ആര് പറഞ്ഞു അയച്ചിട്ടില്ല എന്ന്? നിന്നോട് ഇത് ആരാ പറഞ്ഞു തന്നെ? എടാ എൻ്റെ അടുത്ത് ഇവിടെ വന്നെന്ന്. ഇവിടെ അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞത് ആ ക്ലീറ്റസ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇത് വളരെ മോശമാണ്, മേലിൽ ഇത് ആവർത്തിക്കരുത്, ഇനി ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് നടപടി എടുക്കേണ്ടി വരുന്നു എന്നോട് പറഞ്ഞു. എനിക്ക് സംശയമുണ്ട്, ആ കോമളനുണ്ടല്ലോ അവനും കൂടെ ചേർന്നുള്ള ഒരു കളിയായിരിക്കും ഇത്. അതെന്തിനാ കോമളനും കൂടെ ചേർന്നിട്ട് എന്ത് കളിയാണ്? അല്ലേ പിന്നെ ഇത് എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ തന്നെയാണ്. എനിക്കറിയാം എന്റെ എന്തോ അസുഖമാണ്, ആ അസുഖം മാറ്റുന്ന തമാശ കളിക്കരുത്. എനിക്കെന്താ അസുഖം? ക്ലീറ്റോ അത്രയും തരംതാഴ്ന്നവരൊന്നും അല്ല ഇങ്ങനെയുള്ള വൃത്തിയുടെ പരിപാടി കാണിക്കാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒരു മെസ്സേജ് പോലും ആർക്കും ടൈപ്പ് ചെയ്ത് അയക്കാറില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരം വോയിസ് മെസ്സേജ് ആണ് അയക്കണേ. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഓ അല്ലേ? നിനക്ക് അല്ലേ ഇതല്ലേ പരിപാടി? നിനക്കിപ്പോ എന്താ? നിന്റെ മൊബൈലിൽ നിന്ന് മെസ്സേജ് പിന്നെ വേറെ ആരയക്കാനാണ്? എന്റെ മൊബൈലിൽ നിന്ന് അങ്ങനെ മെസ്സേജ് പോയിട്ടുണ്ടെങ്കിലല്ലേ? നിന്റെ മൊബൈലിൽ പിന്നെ ഞാൻ വന്നയക്കും മെസ്സേജ്? എന്നാ പിന്നെ നോക്ക് നീ എന്റെ മൊബൈലിൽ നിന്ന് അങ്ങനെ മെസ്സേജ്. നിന്റെ മൊബൈലിൽ നിന്ന് മെസ്സേജ് പോയിട്ടുള്ളത് അവരുടെ ഫോണിൽ വന്ന് അവർ എന്നെ കാണിച്ചു. എന്റെ മൊബൈലിൽ നീ എട്. എന്റെ മൊബൈലിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് മനസ്സിലായി. ഞാനും എന്റെ ഭാര്യ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സഹിക്കണില്ല. എടാ സ്വന്തം പെങ്ങളെ ജീവിതം തകർക്കുമ്പോൾ നിനക്ക് എന്തോ കിട്ടും? ഒരു ആങ്ങള വന്നേക്കണം, ആങ്ങള. അവളെ ഇനി വേറെ കെട്ടിക്കാന്നുള്ള ആലോചന തന്നെയാണോ നിനക്ക്? അങ്ങനെ വല്ല ഉണ്ടാ? ഇതെന്താണ്? എന്താണത്? എന്താണ്? ആ വായിക്ക്. ഇതൊക്കെ എന്താണത്? ഇതെന്താണിത്? ഇത് നിന്റെ മൊബൈലിൽ ഞാൻ വന്ന് അയച്ച മെസ്സേജ് അല്ലല്ലോ. ഇത് നീയായിട്ട് അയച്ച മെസ്സേജ് അല്ലേ? ആണോ അല്ലയോ? ഇതാണോ അല്ലേ? നീ എനിക്ക് അതിനുള്ള ഉത്തരം മാത്രം തന്നാ മതി. സത്യമായിട്ട് ഞാനല്ലേ അളിയോ? നീ ഒരു നുണയും പറയണ്ട ഇനി. നിന്റെ എല്ലാ നുണകളൂടെ പൊളിഞ്ഞു. അതെ, എനിക്ക് എന്റെ പെങ്ങളെ നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് നിന്നോട് ഒരു ഉത്തരവാദിത്വമില്ല. ഇതൊക്കെ എന്നാ തീർന്നതാണ്. എനിക്ക് എന്റെ പെങ്ങളും കുട്ടിയുണ്ട്, എനിക്ക് അതാണ് വലുത്. ഇതാരോ മനഃപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. എന്റെ പൊന്നളിയാ, നീ ഒന്ന് വിശ്വസിക്കും. ഒന്നും മിണ്ടാണ്ട് നിൽക്കടാ. ഞാൻ ഇപ്പോഴും നിന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? പറ്റിയത് പറ്റി. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. മേലാൽ ആവർത്തിക്കരുത്. നീ എനിക്ക് വാക്ക് തന്നാ മതിയെന്ന്, വേറെ ഒരു വിഷയമില്ല. എന്റെ അളിയാ, ഞാനിങ്ങനെ ചെയ്തു നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ തങ്കത്തിനെ അല്ലാതെ വേറൊരു പെണ്ണിനെ മനസ്സിൽ പോലും ആലോചിച്ചിട്ടില്ല. നീ പണി ചെയ്തത് അളിയാ, ഇത് ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. ഞാനായിട്ട് ഇത് ചെയ്തിട്ടില്ല അളിയാ. ആരടാ മനഃപൂർവ്വം നിന്റെ ഫോണിൽ വന്നിട്ട് ഇത് ചെയ്യണത്? നീ അല്ലാതെ വേറെ ആരും ചെയ്യൂല. ഇത് കോമള അന്ന് എനിക്ക് 2 നമ്പർ തന്ന്, അവന്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവന്റെ ഭാര്യയുടെ നമ്പറോട്. നീ ഒരു നുണയും പറയണം. നിനക്ക് ഈടായിട്ട് ചെറിയ അസുഖം കൂടിയിട്ടുണ്ട്, എനിക്കറിയാം. കോമളന്റെ കളിയായിരിക്കും. കോമളന്റെ കളി. കോമളന്റെ ഭാര്യ വെച്ചിട്ടല്ലേ ഈ വക പരിപാടി? അല്ലളിയാ, ഇത് ഞാൻ അതെ ഒന്നുമില്ല അളിയാ. ഇത് എനിക്ക് പറ്റിയ തെറ്റാണ്. ഞാൻ ഇനി ആവർത്തിക്കില്ല എന്ന് നീ പറഞ്ഞാൽ മതി. എന്നിട്ട് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ കാര്യം. അളിയാ, ഇത് മെസ്സേജ് പോയിക്കണേ എന്നാന്നറിയാമോ?